وسلم على نبينا محمد وآله وصحبه أجمعين. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ റമദാനിലെ ആദ്യത്തെ രാത്രിക്ക് നമ്മളെല്ലാവരും സാക്ഷികളാവുന്നു. ഒരു അനുഗ്രഹീത മാസം, അതിനെ വരവേൽക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സന്തോഷത്തിലാണ് ഇന്നലെ മുതൽ മുസ്ലിം ലോകം. 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളതിൽ, ഇസ്ലാമിലെ ഒരമലുകളും ഒരു ഇബാദത്തുകളും ഒരു ജീവിത ക്രമങ്ങളും ആർക്കും പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ അള്ളാഹു നിർണയിച്ചിട്ടില്ലാത്തതാണ്. നോമ്പടക്കം എല്ലാ കാര്യങ്ങളിലും പ്രയാസം ആർക്കെങ്കിലും ഉണ്ടാകുന്നു എങ്കിൽ അത് ലഘൂകരിക്കുന്നതിന് ഇളവുകൾ നൽകിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതീർണമായത്. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകുമുശ് ഷഹ്ർ, ആ മാസത്തിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളിൽ എല്ലാവരും, ഫൽ യസുംഹു, ആ ഒരു മാസക്കാലം നോമ്പനുഷ്ഠിക്കണം. ഇനി അതേ സൂറയിൽ തുടർന്ന് വരുന്ന വചനങ്ങളിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്, നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയാതെ വന്നാൽ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, കഴിയാത്തവർ ഒരു ദിവസം, ഏത് ദിവസമാണോ നോമ്പിന് കഴിയാത്തത് ആ ദിവസം കണക്കാക്കിയിട്ട് ഒരഗതിക്ക് പൂർണ്ണമായ ഭക്ഷണം നൽകുക. അപ്പൊ റമളാൻ മാസം ആകുമ്പോൾ നോമ്പ് തുറക്കുന്നതിനും പിന്നീട് നോമ്പ് എടുക്കുന്നതിനും ഇടയ്ക്കുള്ള അത്താഴം കഴിക്കുന്നതിനും കൂടി കണക്കാക്കിയിട്ട് ഒരാൾക്ക് എന്ത് ചെലവ് വരുമോ അത് നിർവഹിച്ചാൽ, കഴിയാത്ത ആളുകൾ, വളരെ പ്രയാസപ്പെട്ട് നോമ്പെടുക്കാൻ പറ്റുന്ന ആളുകൾ, അവരുടെ ആ പ്രയാസത്തെ അള്ളാഹു ലഘൂകരിക്കുകയാണ് ചെയ്തത്, ഇളവ് നൽകുക വഴി. അതിലാണ് അധിക പ്രായമുള്ള ആളുകൾ, അനാരോഗ്യം തുടർച്ചയായി ഉള്ള ചികിത്സകൾ തുടരുന്ന പ്രായാധിക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾ, ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളെയും ആ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത്തരം ആളുകൾക്ക് ഫിദിയ നൽകിയാൽ മതി. അവർ പിന്നീട് നോമ്പെടുത്ത് വീട്ടണം എന്ന നിർദ്ദേശമൊന്നും ഖുർആനിൽ വന്നിട്ടില്ല. ആ കാര്യം എല്ലാവരെയും ഉണർത്തുകയാണ്. 2, ഒരു നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാപ്പകലുകളെല്ലാം ധന്യമാകുന്നതിന് സൗകര്യമൊരുക്കിയിരിക്കുന്നു ഈ റമദാൻ. നമ്മുടെ ഉള്ളിലെ നമ്മൾ നിശ്ചയിക്കുന്ന ഒരു നിയ്യത്തുണ്ട്. അത് അള്ളാഹുവോട് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അവരവർ ഈ ദിനരാത്രങ്ങളിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് രാവും പകലും മുഴുനീള ദിവസങ്ങളിലെ എല്ലാ സന്ദർഭങ്ങളും വമ്പിച്ച പ്രതിഫലത്തിന് അർഹതയുള്ളതായി അള്ളാഹു നിജപ്പെടുത്തുന്നതാണ്. ഒട്ടുമിക്ക തഫ്സീറുകളിലും വന്ന ഒരു ഹദീസ് അല്ലെങ്കിൽ നബിയുടെ ഒരു പ്രവൃത്തി ഉദ്ധരിച്ചിട്ടുള്ളത്, റസൂലുള്ള മദീന പള്ളിയുടെ മിമ്പറിലേക്ക് കയറിയപ്പോൾ 1ാമത്തെ പടിയിൽ ചവിട്ടിയപ്പോൾ അവിടുന്ന് ആമീൻ എന്ന് പറഞ്ഞു. 2ലും അങ്ങനെയാണ് പറഞ്ഞത്. 3ൽ ഇരിക്കുന്ന സമയത്തും അവിടുന്ന് ആമീൻ എന്ന് പറഞ്ഞു. തഫ്സീറുൽ ബഗവിയിലാണ് ഈ സംഭവം രേഖപ്പെടുത്തുന്നത്. അപ്പൊ അനുചരർ ചോദിച്ചു, അല്ല പ്രവാചകരെ, എന്താണ് അവിടുന്ന് ആമീൻ, ഈ ദുആയ്ക്ക് ഉത്തരം ചെയ്യണമേ എന്നാണല്ലോ വാക്കിന്റെ അർത്ഥം, എന്താ അവിടുന്ന് അങ്ങനെ പറഞ്ഞത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ ഇപ്രകാരം എൻ്റെ അരികിൽ ദുആ ചെയ്തു.
റമളാൻ ആഗതമായിട്ട് അതിനോടുള്ള ഹുർമത്തുണ്ട്. മുസ്ലിമുകൾ നിർബന്ധമായും അവർ നോമ്പെടുക്കട്ടെ ഇല്ലാതിരിക്കട്ടെ, ഇളവ് ലഭിച്ചവരോ അല്ലാത്തവരോ ആരായിരുന്നാലും റമളാൻ മാസത്തോട് ചെയ്യേണ്ട ഒരു ഹുർമത്തുണ്ട്. ആ ഹുർമത്ത് ലംഘിച്ച് പിച്ചിച്ചീന്തി തന്നിഷ്ടം പോലെ ജീവിക്കുന്ന എൻ്റെ ഉമ്മത്തുകളിൽപ്പെട്ട ആളുകളെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തത്. അതിനാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത്. 2, മാതാപിതാക്കൾ ഉണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലും വലിയ പ്രശ്നം രൂപപ്പെടുന്നത് മാതാപിതാക്കളുടെ സംരക്ഷണവും അവരെ ഏറ്റെടുക്കലും അവരെ പരിഗണിക്കലും അവരോടൊപ്പം സമയം ചെലവഴിക്കലിനൊക്കെ നമുക്കിന്ന് പ്രയാസമാണ്. അതിൻ്റെതായ ഭവിഷ്യത്തുകളും ലോകം അനുഭവിക്കുന്നു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവരെ വേണ്ടത്ര പരിഗണിച്ചും പരിലാളിച്ചും സ്നേഹം നൽകിയും അവരോടൊപ്പം നിൽക്കുന്ന, അവരൊറ്റയ്ക്കല്ല, ഏതവസ്ഥയിലും താങ്ങുന്ന ഒരു രീതി ഞങ്ങളിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്താതെ ജീവിക്കുന്ന എൻ്റെ ഉമ്മത്തുകളിലെ അനുചരരെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ് രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. റമളാനിന്റെ ആഗമനമായാലും ഖുർആനിനെ സംബന്ധിച്ചും ഇത് മൂന്നും വളരെ വലിപ്പമുള്ള ഒരു ദുആ തന്നെയാണ്. അവഗണന ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കിതാബ് വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളൊക്കെ ലോകത്ത് അവശേഷിച്ചിട്ടുള്ളത് വായിക്കുമ്പോൾ വീണ്ടും വായിക്കണമെന്ന് തോന്നാൻ കാരണം നമ്മൾ ആ പുസ്തകത്തിന്റെ പ്രമേയത്തിന്റെ ഇടയിൽ അവിടെ നമ്മളുമുണ്ട് എന്ന് അനുഭവപ്പെടും. ഒരു നല്ല പുസ്തകം വായിക്കുമ്പോൾ അതിലെ പ്രമേയം ഏതാണ്ട് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നും. നിങ്ങൾ ഖുർആനിലെ ഏതൊരായത്ത് വേണമെങ്കിലും എടുത്തു നോക്കിക്കോ. ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ അതിൽ പരാമർശിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ എന്തൊക്കെ കാര്യത്തിലാണ് ഉൾപ്പെട്ടത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി വീണ്ടും ഈ കിതാബ് വായിച്ചുകൊണ്ടിരിക്കും. അതാണ് റമളാൻ മാസത്തിലെ ഖുർആൻ പാരായണത്തിന്റെ ഒരു പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റമളാനിലെ രാത്രിയിൽ 1/3, 2/3 പകുതി ഇങ്ങനെയൊക്കെ നമസ്കരിക്കുന്ന ശീലം ലഭിക്കുന്നുണ്ട് എന്ന് സൂറത്തുൽ മുസമ്മിലാണ് നമ്മളെ അറിയിച്ചത്. ഒരു ഖുത്ബ ഞാനത് നടത്തിയതാണ്. വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആ ആയത്തിൽ അള്ളാഹു കൽപ്പിച്ചത് വറത്തിലിൽ ഖുർആന തർത്തീല. ആ ഒരു കൽപ്പന പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അവന്റെ കലാമിന്റെ പാരായണം എങ്ങനെ വേണം എന്ന് അള്ളാഹു കൽപ്പിച്ച ഒരു കൽപ്പനയാണ്. ക്രമപ്രവർത്തമായ ഈണത്തിൽ നീട്ടവും കുറുക്കലും ശബ്ദം ഉയർത്തലും ശബ്ദം താഴ്ത്തലും നിർത്തി അല്പം ആശ്വാസത്തോടെ ആലോചിച്ച് വീണ്ടും തുടങ്ങലും ഒക്കെ അതിൻ്റെ പ്രധാനമാണ്. ലഹ്നുകളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഖുർആൻ പാരായണത്തിൽ ഒന്നുകൂടി പറഞ്ഞാൽ ഈ ലോകത്തുള്ള മുഴുവൻ സംഗീതത്തിൻ്റെയും നിദാനം 7 സ്വരങ്ങളാണ്. ഈ 7 സ്വരങ്ങളും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കാവ്യം സംഗീതമാകുന്നത്. ദാവൂദ് അലൈഹിസ്സലാമിന്റെ സബൂർ മുഴുവനും അങ്ങനെയുള്ളതാണ്, വെറും ഗാനങ്ങളാണ്, പാട്ട് പാടുന്ന രീതിയിലാണെന്ന്. ഒരു കിതാബിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഖുർആനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തർത്തീലായിട്ട് വേണം അത് പാരായണം ചെയ്യാൻ. ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊണ്ട് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ഈ ഒരു റമളാനിലെ 30 ദിവസങ്ങളും പരമാവധി അതിൽ നമ്മൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതണം എന്ന് മാത്രം ഈ 1-ാമത്തെ ദിവസം നിങ്ങളെ ഉണർത്തുന്നു. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ,
കുടുംബാദികൾ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു മാസം ലോകത്തിന് സമാധാനവും ശാന്തിയുടെയും ഒരു മാസമായി പടച്ചവൻ നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.